ഇന്ത്യ സഖ്യത്തിനു വേണ്ടി പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നു. മമതാ ബാനർജിയെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരും. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ ന്യായ് യാത്ര അനവസരത്തിലാണെന്ന വിമർശനം KC വേണുഗോപാൽ തള്ളിക്കളഞ്ഞു. 24-ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും തലസ്ഥാനത്ത് നിന്ന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കുകയാണോ വേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഫെയർ ക്രിറ്റിസിസം ആണ്. ഇതൊക്കെ നിങ്ങൾ ക്രിറ്റിസിസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തും ക്രിറ്റിസിസം ചെയ്യാം. നേരത്തെ എന്തായിരുന്നു ഞങ്ങളുടെ ആക്ഷേപം? ഇത് കേരളത്തിലാണോ യാത്ര നടത്തുള്ളത്? UP-യിലല്ലേ നടത്തുള്ളത്? ഇത് ബീഹാറിലല്ലേ നടത്തുള്ളത്? BJP-യോട് നേരിട്ട് ഏറ്റുമുടുത്തെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോകുന്നില്ല എന്നായിരുന്നു അന്ന് ആക്ഷേപം. ആ ആക്ഷേപം അങ്ങ് മാറ്റിവെക്ക്. ഇപ്പം ഞങ്ങൾ പോകുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും പ്രയാസമുള്ള 10, 25, 30 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുക പോലും ചെയ്യാത്ത, എന്നാൽ കോൺഗ്രസ്സിന് BJP-ക്കെതിരെ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെ പ്രവർത്തകരെയും ജനങ്ങളെയും നേരിട്ട് കണ്ട് അവരെ സജ്ജരാക്കാൻ ശക്തമാക്കണം. ബംഗാളിലെ പ്രശ്നം തന്നെ താങ്കൾ പറഞ്ഞു. മമത എന്താ പറയുന്നത്? ഞങ്ങൾക്ക് 2 സീറ്റ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണ് 2 സീറ്റ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് ജയിച്ചതാണ്. ആരുടെ മുന്നണിയില്ല? ആ 2 സീറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. പക്ഷെ ഞങ്ങൾ എന്നിട്ടും നോന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ പ്രസ്താവന ദേശീയ തലത്തിൽ, അവിടെ ലോക്കലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ മമതയെ ബഹുമാനത്തോടെയാണ് ഇപ്പോഴും ചർച്ച നടത്തോട്ടിക്കൊണ്ടിരിക്കുക. മമതയുടെ ആളുകളുമായിട്ട് എങ്ങനെയെങ്കിലും ഈ മുന്നണി ഉണ്ടാകണം, BJP-യുടെ സീറ്റുകൾ പരമാവധി കുറക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഭീഷണിക്ക് വഴങ്ങുന്നവരും സ്ഥാനമോഹികളുമാണ് കോൺഗ്രസ് വിട്ടുപോകുന്നതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. നേതാക്കൾ വിട്ടുപോകുന്നതിൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് പഴിക്കാൻ കഴിയില്ല. പാർട്ടിയോട് കൂറുള്ളവർ എന്നും ഒപ്പം നിൽക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. അധികാരത്തിന് വേണ്ടി എപ്പോഴും എത്ര പ്രാവശ്യം അദ്ദേഹം മാറി? അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരുടെ അല്ല കുഴപ്പം രാഹുൽ ഗാന്ധിയുടേതാണ്. ഈ ഒരു വിമർശനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ആശയപരമായ ദൃഢത ഇല്ലാത്തവരുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടികളിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ പോവും വരികയും ചെയ്യും. എന്ന് വെച്ചൊരു പാർട്ടിയെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്ന് വെച്ച് പാർട്ടി ലീഡർഷിപ്പിൻ്റെ കഴിവുകേടാണെന്ന് പറയാൻ പറ്റുമോ? അത് പോകുന്നവർ പോവും. NK പ്രേമചന്ദ്രൻ MP പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്ന് KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. NK പ്രേമചന്ദ്രനെ അളക്കേണ്ടത് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാർലമെന്റിൽ നരേന്ദ്രമോദി വിമർശിക്കുന്നവരിൽ NK പ്രേമചന്ദ്രൻ എപ്പോഴും മുൻപന്തിയിലാണെന്നും KC വേണുഗോപാൽ 24-നോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF-ന്റെ ഭാഗമായിരുന്ന NK പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയുടെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പ്രേമനത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പ്രേമനോട് എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന്. ഈ ലോക്സഭയിൽ BJP-ക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന ആൾ പ്രേമചന്ദ്രനാണ്. ഏറ്റവും ശക്തമായി ആക്രമിക്കാൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് ഈ സർക്കാരിനെതിരെ പ്രേമചന്ദ്രൻ്റെ അതാണല്ലോ വേണ്ടത്. നിലപാടുകൾ അവിടെയാണല്ലോ. പാർലമെൻറ്റിൽ ആരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു എന്നുള്ളതല്ലോ പ്രശ്നം. പാർലമെൻറ്റിൽ എടുക്കുന്ന നിലപാടുകളാണല്ലോ പ്രശ്നം. ആ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പാർലമെൻറ്റ് മെമ്പറാണ്. ഈ സാഹചര്യം എന്താണെന്ന് പ്രേമചന്ദ്രൻ ആണ് പറയേണ്ടത്. ഈ അഭിമുഖം ചെയ്ത KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ അസ്വസ്ഥനാണെന്ന് എന്ന് തോന്നിയോ? കാരണം എനിക്ക് തോന്നുന്നത് കൂടെ നിൽക്കുന്ന പല ആളുകൾ, കമൽനാഥ് ഉൾപ്പെടെ പല ആളുകളും പാർട്ടി വിട്ടുപോകുന്നു. ഗുഡ് മോർണിംഗ് SKN. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഭിമുഖത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ AICC-യുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പൂർണ്ണമായും അസ്വസ്ഥനായിരുന്നു. പല ഘടകങ്ങൾ അതിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേതാക്കളിൽ പലരും പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യത്തിൽ നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഒരു വിമർശനമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയേണ്ട സമയത്ത്, ഇന്ത്യ സഖ്യത്തിന്റെ അതിന്റെ ഇഴയടുപ്പത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലൊരാൾ യാത്ര നടത്തുകയാണോ വേണ്ടത് എന്ന് പാർട്ടിക്ക് അകത്തു നിന്നൊരു ചില കോണുകളിൽ നിന്നും പുറത്തുനിന്നും ഉയരുന്ന വിമർശനങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിലാണ്. മറ്റൊന്ന്, മൂന്നാമതായി NK പ്രേമചന്ദ്രനെ പോലൊരാൾ പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തത് വിവാദമായ
പശ്ചാത്തലം കൂടിയുണ്ട്. ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് കെ സി വേണുഗോപാൽ നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം ഏറെക്കുറെ അസ്വസ്ഥനായി തന്നെയാണ് ഈ വിഷയങ്ങളോട് പ്രതികരിച്ചതും. ചില ചോദ്യങ്ങളിൽ അദ്ദേഹം ക്ഷുഭിതനാവുക കൂടി ചെയ്തു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ ആക്രമിക്കാനും രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യാനും ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും കോൺഗ്രസിനെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ എല്ലാ കാലത്തും ഉയരുന്നത്. പ്രധാനമന്ത്രി വിമർശിക്കാനോ BJPയുടെ നയങ്ങളെ വിമർശിക്കാനോ പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന വിമർശനവും ഈ അഭിമുഖത്തിൽ കെ സി വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ കെ സി വേണുഗോപാൽ പറയുന്നത് ഇന്ത്യ സഖ്യം രൂപപ്പെടുത്തുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസ് വളരെ ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മമതാ ബാനർജിയെ പോലൊരാളെ ഈ സഖ്യത്തിൽ ഒപ്പം നിർത്താൻ വേണ്ടി പരമാവധി താഴ്ന്നു നിന്നുകൊണ്ട് അപേക്ഷിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിന് കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും ഇല്ലാത്ത പെരുമാറ്റമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് ജയിച്ച 2 സീറ്റിൽ മാത്രം ഇക്കുറിയും സീറ്റ് അനുവദിക്കാം എന്ന നിലപാട് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ബീഹാറിലെ നിതീഷ് കുമാർ JDU പൂർണ്ണമായും BJPയിലേക്ക് പോയി. ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ മിലിന്ദ് ദിയോറെ പോലെയുള്ള കോൺഗ്രസിലെ നേതാക്കൾ BJPയിലേക്ക് പോകുന്നു. കൂടുതൽ ആളുകൾ BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു എന്ന ഒരു സന്ദർഭമുണ്ട്. ഇതൊക്കെ തന്നെ അധികാരമോഹികൾ, സ്ഥാനമോഹികൾ പാർട്ടി വിട്ടു പോകുന്നതായി മാത്രം കണ്ടാൽ മതി. ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്വവും പഴിയും രാഹുൽ ഗാന്ധിയുടെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്ഥാനമോഹം കൊണ്ടാണ് കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കാത്തവർ പാർട്ടി വിട്ടു പോകുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ച് വേവലാതിപ്പെടേണ്ട സമയമല്ല ഈ തെരഞ്ഞെടുപ്പ് സമയം എന്ന് കെ സി വേണുഗോപാൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനും ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമാകാൻ എല്ലാ വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തയ്യാറാണ് എന്ന് ഈ അഭിമുഖത്തിൽ കെ സി വേണുഗോപാൽ ആവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചോദിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഇരുചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യം എന്നത് ഇന്ത്യ മുന്നണിയുടെ പേരിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രായോഗികമല്ല. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സാഹചര്യമാണ്. CPIM-ഉം കോൺഗ്രസും ഇരുചേരിയിൽ നിന്ന് മത്സരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ ഇത്തരത്തിലുള്ളൊരു ഇന്ത്യ സഖ്യം എന്നത് രാഷ്ട്രീയ തലത്തിൽ പ്രായോഗികമായ ഒന്നല്ല. അതേസമയം തന്നെ അത്തരം സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുതൽ കക്ഷികൾ വന്നു ചേരുമെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുമാണ്. രാഹുൽ ഗാന്ധി എവിടെ യാത്ര ചെയ്താൽ എന്താ? AICCയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ആശയവിനിമയം നടത്താനുള്ള ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുണ്ട്. എന്തിനാണ് ഡൽഹിയിൽ തന്നെ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പിടിവാശി എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ യാത്ര അനവസരത്തിലാണ് എന്നുള്ള വിമർശനങ്ങൾ അദ്ദേഹം പാടെ തള്ളിക്കളഞ്ഞു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം കൂടി, NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തത് കേരളത്തിലടക്കം വിവാദമായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള വിവാദത്തിന് സാഹചര്യമില്ല എന്നും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയുമാണ് കെ സി വേണുഗോപാൽ. ഈ അഭിമുഖത്തിൽ ഏറ്റവും ശക്തമായി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ പ്രകടനം നടത്തുന്നയാളാണ് NK പ്രേമചന്ദ്രൻ MP. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലോ അദ്ദേഹത്തിന്റെ സമീപനത്തിലോ ഒരു തരത്തിലുള്ള സംശയത്തിനും സ്പേസ് ഇല്ല എന്നാണ് കെ സി വേണുഗോപാൽ ഈ അഭിമുഖത്തിൽ പറയുന്നത്. താങ്ക് യു KR ഗോപികൃഷ്ണൻ. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 24 സംപ്രേഷണം ചെയ്യും. കെ സി വേണുഗോപാലുമായി KR ഗോപികൃഷ്ണൻ സംസാരിക്കുന്ന ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടി നിങ്ങൾക്ക് ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് 24-ൽ കാണാം.